നോർമൽ സ്പാർക്ക് പ്ലഗും അതുപോലെ ഇറിഡിയം സ്പാർക്ക് പ്ലഗും ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ എത്ര പേര് കേട്ടിട്ടുണ്ട് സൈഡ് ഗ്യാപ്പ് സ്പാർക്ക് പ്ലഗിനെ പറ്റി? ഇവിടങ്ങളിൽ അത്ര ഫെമിലിയർ അല്ലാത്തതും വിദേശ രാജ്യങ്ങളിൽ സൂപ്പർ കാറുകളും അതേപോലെ തന്നെ റേസിംഗിലൊക്കെ ഉപയോഗിക്കുന്ന കാറുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പാർക്ക് പ്ലഗ്. 3 പാർട്സ് ആണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, ഒരു സെറാമിക് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട്, പിന്നെ ഒരു മെറ്റൽ ആയിട്ടുള്ള ഒരു കുറച്ച് പോർഷൻ, അതാണ് ഗ്രൗണ്ട് ഇലക്ട്രോഡ്. പിന്നെ സെറാമിക് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട്, പിന്നെയാണ് സെൻട്രൽ കൂടെ കിടക്കുന്നതാണ് അതിന്റെ സെൻട്രൽ ഇലക്ട്രോഡ്. സെൻട്രൽ ബാറ്ററിയിൽ നിന്നുമുള്ള 12 വോൾട്ട് DC-യെ 25,000 30,000 തരത്തിലുള്ള വോൾട്ടേജിലോട്ട് ഹൈ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സെൻട്രൽ ഇലക്ട്രോഡിൽ കൊടുക്കുകയും ഗ്രൗണ്ട് ഇലക്ട്രോഡിലുള്ള ആ ഗ്യാപ്പിലൂടെ നമുക്ക് സ്പാർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ ഈ സൈഡ് ഗ്യാപ്പ് സ്പാർക്ക് പ്ലഗ് അവൈലബിൾ ആണ്, കാരണം ഇവിടെ അത് ഇന്ത്യൻ മാർക്കറ്റിലൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അപ്പം ഇവിടുത്തെ ഈ ഒരു പോർഷൻ, അതായത് നോർമൽ സ്പാർക്ക് പ്ലഗ് നോക്കുക, അതിന്റെ സെൻട്രൽ ആയിട്ടുള്ള ആ ഒരു പോർഷൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കിട്ടുന്ന സ്പാർക്ക് സ്കാറ്റർ ആയി പോകും, അതായത് പല തരങ്ങളും തെറിച്ചു പോകും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പോർഷൻ സെൻട്രൽ ഇലക്ട്രോഡ് അതിന്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അതായത് ഗ്രൈൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു സൈഡ് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഗ്യാപ്പിന്റെ ശരിക്കുള്ള സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണെന്നുള്ളത് ഈ ചിത്രത്തിൽ കാണും. അപ്പോൾ ഇതിൽ നിന്നും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്ന പറഞ്ഞാൽ സൈഡിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് നോക്കാം.